ഇൻഫന്റ് ജീസസ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഡ്രമാറ്റിക്സ് എന്ന പേരിൽ വളരെ ദൈവാത്മാവിനാൽ പ്രചോദിതമായിട്ട് നമ്മുടെ സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ശക്തിപ്പെടുത്തലിന് വേണ്ടിയിട്ടും ആരംഭിച്ച പ്രോഗ്രാമാണ് ഇത്. ബാംഗ്ലൂരിനും ഹൈദരാബാദിനുമൊക്കെ വലിയ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ട് ഇതിൻ്റെതായ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് പേരെ ഇതിനകത്ത് ഭാഗമായി തീർന്നു. അവരെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ഫേസ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പ്രാർത്ഥനാപൂർവ്വം ഈ ഫേസിനെ സംബന്ധിച്ച് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് സുമാമ ആൻഡ് പ്രൊഫസർ ജെയിൻ അവരാണ് ഇതിൻ്റെ ജീവനാടിയായിട്ട് പരമാത്മാവും ജീവാത്മാവുമായിട്ട് നിൽക്കുന്നത്. അവരെ ആണ് ദൈവത്തിനെ എംപവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്ലാനുകൾ മുഴുവൻ പദ്ധതികൾ മുഴുവൻ അവരിലൂടെയാണ് സംഭവിച്ചത്. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലായാലും ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം അവരുടെ പ്രത്യേകമായ നിർദ്ദേശവും നിയോഗവും നടപ്പിലാക്കിക്കൊണ്ടാണ് നമ്മൾ നടപ്പിലാക്കിയത്. പ്രത്യേകമായിട്ട് ഞാൻ രണ്ടുപേർക്ക് നന്ദി പറയുകയാണ്. ഐ താങ്ക് യു സിൻസിയർലി പ്രൊഫസർ ജെയിംസ് Smith and Ms. Suma Shishigala for their tremendous work and they put it behind it and training these students to equip them to face the life in a more suitable way. Thank you for your time, effort and also your patience to train them. May God bless you abundantly and reward you and may God use you powerfully in the days to come. On behalf of the people gathered here and also the ISD students, I thank each one of you, both of you, from my bottom of heart, and may God bless you. Thank you very much. രണ്ടാമതായിട്ട് ഇന്ന് നമ്മുടെ ജഡ്ജസായിട്ട് പ്രിയപ്പെട്ട വിൽസനച്ചനുണ്ടായിരുന്നു, ഷീന ഉണ്ടായിരുന്നു, പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ടായിരുന്നു. അവരെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തിനും സ്നേഹത്തോടും കൂടി വരാനായിട്ട് താല്പര്യപ്പെടുത്തു. താല്പര്യപ്പെടുത്തപ്പെട്ട നന്ദി പറയുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് സമയത്തുമായി ചെലവഴിച്ചതിന്, പ്രാർത്ഥനാപൂർവ്വത്തിന് അനുഗമിച്ചതിന്, നിർദ്ദേശങ്ങൾ നൽകിയതിന്, ചർച്ച ചെയ്തതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഇവിടെ വിൽസനച്ചൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഒക്കെ സമ്മാനങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. ഒന്ന് ഞങ്ങൾ മോശമായില്ല, വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ. അതേ കഴിവുകൾ ഉപയോഗിച്ച് അവരെ തിരിച്ചറിഞ്ഞ് അവരതിന് അവാർഡ് കൊടുത്തു. അവരെ ദൈവം ഉപയോഗിച്ച് കൊടുക്കാൻ പറയുകയാണ്. അവരുടെ സമയത്തും കഴിവുകൾക്ക് പ്രത്യേകം പറയുക. ദൈവം മൂന്ന് വരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച പ്രിയപ്പെട്ട അസോസിയേഷൻ്റെ ഗ്രൂപ്പ് ഇടപരിയിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ ഇത് ഓർമ്മിക്കുകയാണ്. CMC സിസ്റ്റേഴ്സ്, FCC, ST കോൺഗ്രിഗേഷൻപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ കോൺഷ്യസുകൾ ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരെ ഇക്കാര്യത്തിൽ താല്പര്യപ്പെടുത്തുന്ന വളരെ പ്രത്യേകമായിട്ട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അവരുടെ സമയത്തിന് പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ടിൽ വന്ന് ദൈവങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടവകയിലുള്ള രണ്ട് ഗ്രൂപ്പുകളെ അവരെ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി ഗാനങ്ങൾ മാതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഗാനങ്ങൾ ആലപിച്ചതിന്, ദൈവമാരെ പ്രാർത്ഥന ചെയ്തതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അവരുടെ ശുശ്രൂഷ ഇടവകയെ വേണ്ടി ബലപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ സ്നേഹസേവനം തുടർന്നും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇന്ന് നമുക്ക് ഇവിടെ പലരെയും നമ്മൾ ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ക്ഷണിച്ച് വളരെ സന്തോഷത്തോടെ വന്ന അതിഥികളായിട്ട് വന്ന അല്ലെങ്കിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നല്ല മനസ്സുകളിൽ വന്ന ഇടപാടുകളും അല്ലാത്തവരുമായിട്ടുള്ളത് വളരെ സ്നേഹത്തോടുകൂടി ഓരോരുത്തരെയും ഞാൻ അത് ഗ്രീറ്റ് ചെയ്യുകയാണ്, നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങളുടെ സമയം പ്രാർത്ഥനാവോട് ചെലവഴിച്ചതിന്, ട്രെയിനിങ് പ്രോഗ്രാമിൽ വരെ ശക്തിപ്പെടുത്താൻ വന്നതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും പുറപ്പാടും ഞാൻ ഇവിടെ വന്ന ഓരോരുത്തരോടും അറിയിക്കുകയാണ്. നമ്മുടെ പ്രത്യേകമായിട്ട് ഈ ISD പ്രോഗ്രാമിനെ സംബന്ധിച്ച് വഹിക്കുന്ന ആദ്യം കുറെ അധികം പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടത് ചുരുങ്ങിയതാണ്. ഇങ്ങനെ ഇവിടെ ഈ പ്രോഗ്രാം വലിയ ശ്രദ്ധിക്കപ്പെടാതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ
ഇവരെ അങ്ങേയറ്റത്തെ സഹകരണം തന്ന് ഈ പ്രോഗ്രാമുകൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രത്യേകമായി ഞാൻ നന്ദി പറയുകയാണ് ക്രമീകരണം ചെയ്യുന്നത്. എല്ലാവർക്കും ഉപരിയായിട്ട് ഈ ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാരാണ്. കൈക്കാരന്മാരെ ഉണ്ട്, സ്വജൻ തമ്മലുണ്ട്, മാത്തുക്കുട്ടി കീഴാട്ടുണ്ട്, സുബിച്ചൻ പാലാത്രയുണ്ട്, അതുപോലെ സബീഷ് നെടുപ്പറമ്പുണ്ട്. അപ്പം അവരെ എല്ലാ കാര്യത്തിലും ഇടവകയുടെ കാര്യത്തിലും ഇങ്ങനത്തുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളായാലും അങ്ങേയറ്റത്തെ താല്പര്യമെടുത്ത് അവരുടെ സമയവും കഴിവുകളും എല്ലാം ചെലവഴിച്ച് ക്രമീകരിക്കാനായിട്ട് നല്ല മനസ്സോടെ എല്ലായ്പ്പോഴും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും അവർ മുഴുവൻ സമയവും അവരെ ഇടവക സമൂഹത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറിയിരിക്കുകയാണ്. അവർ നല്ല മനസ്സിനെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവർ ധാരാളമായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്രമീകരണം ചെയ്ത എല്ലാ അവരുടെ സഹകരണത്തിന്, അതുപോലെ തന്നെ നല്ല വാക്കുകൾക്ക്, അതുപോലെ തന്നെ പ്രോത്സാഹനത്തിന്, ഭക്ഷണങ്ങൾ കാപ്പിയും നമുക്ക് ക്രമീകരിച്ചതിന് ക്രമീകരണങ്ങൾക്ക് എല്ലാവരും ഓടിനടന്ന് ചെയ്തതിന് കൃത്യമായിട്ട് നന്ദി പറയാം. നമ്മുടെ ഫോട്ടോഗ്രാഫർ സമയത്ത് ഓടിയെത്തി നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ഇത് പകർത്തിയെടുത്തതിന് കൃത്യമായി നന്ദി പറയുകയാണ്. പെട്ടെന്നാണ് സേവനം ചോദിച്ചത്, പക്ഷേ പെട്ടെന്ന് തന്നെ ഇവിടെ ഓടിയെത്തുകയാണ്. നല്ല മനസ്സ് കൃത്യമായിട്ടുള്ള നന്ദി സ്നേഹവും കൃത്യമായി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഇത് ക്രമീകരണങ്ങളിൽ സഹായിച്ച പലരുണ്ട്. ഇത് ക്ലീൻ ചെയ്തവരുണ്ട്, ക്രമീകരണം സഹായിച്ചിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഇടവകയിലും ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സുമായിരിക്കുന്ന ക്രമീകരണങ്ങളിൽ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നമ്മളുടെ ഇന്നത്തെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന മാതാവിനെ അവതരിപ്പിച്ചത് നമ്മുടെ റീജിയൻ ഓഫ് മേരിയിലെ പ്രിയപ്പെട്ട ജയനമ്മയാണ്. ഞാൻ ഇക്കാര്യത്തിൽ സംസാരിച്ചപ്പോഴത്തേക്കും റീജിയൻ ഓഫ് മേരി ഒരാളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെയാണ് വളരെ സന്തോഷത്തോടുകൂടി. അതെ, കാരണം ഇത് ആഗ്രഹിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ചോദിച്ചപ്പോൾ റീജിയൻ ഓഫ് മേരി ഒരാളെ ഇങ്ങനെ വേണ്ടി വരും എന്ന് സൂര്യ കൊടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു വെച്ചാൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നോട് ചോദിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ അത്തരത്തിൽ വളരെ സ്നേഹത്തോടുകൂടി ഈ ദൗത്യം ഏറ്റെടുത്ത് മാതാവിൻ്റെ നന്മയും വിശുദ്ധിയൊക്കെ കാണിച്ച് ഇവിടെ വന്ന് ഒരുങ്ങി വന്ന് ഇവിടെ വന്ന് ഈ സമയമൊക്കെ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിച്ച് മാതാവിൻ്റെ ഓർമ്മ ഞങ്ങൾ നിലനിർത്താൻ സഹായിച്ച് പ്രത്യേകമായിട്ട്